ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജേന്ദ്രൻ. ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് കാട്ടിത്തരാൻ പോകുന്നത് 2005 ഒച്ചറക്കളിയുടെ ചില പ്രധാന ഭാഗങ്ങളാണ്. ഇത് ചരിത്രം, ആചാരം, വിശ്വാസം, കല ഇതെല്ലാം ചേർന്ന ഒരു ഓണാട്ടുകരക്കാരുടെ ഒരു ഉത്സവം തന്നെയാണ് ഈ ഓച്ചിറക്കളി എന്ന് പറയുന്നത്. ഇത് ആരംഭിക്കുന്നത് ഒരു ഘോഷയാത്രയോടുകൂടിയാണ്. ഈ ഘോഷയാത്രയിൽ നാട്ടുകാരും ഭാരവാഹികളും കളിയാശാന്മാരും യോദ്ധാക്കളും. അപ്പം ഈ ഓച്ചിറക്കളിയുടെ ചരിത്രത്തെക്കുറിച്ചൊന്ന് പറയാമോ? ഓച്ചിറക്കളിയുടെ ചരിത്രം എന്ന് പറയുന്നത് കായംകുളം രാജാവും അമ്പലപ്പുഴ രാജാവും തമ്മിലുള്ള ആയോധനകല അഭ്യസിക്കുന്ന സ്ഥലമായിരുന്നു ഓച്ചിറ പടനിലമെന്ന്. ഈ പടനിലത്ത് നടന്നിട്ടുള്ള യുദ്ധങ്ങളുടെ സ്മരണ പുതുക്കുന്നതിന് വേണ്ടിയാണ് എല്ലാ വർഷവും മിഥുനം 1, 2 തീയതികളിൽ ഓച്ചിറക്കളിയായി നടത്തപ്പെടുന്നത്. അപ്പോൾ ഇന്ന് ആദ്യത്തെ ദിവസമാണല്ലേ? ഓച്ചിറക്കളിയുടെ 1-ാം ദിവസമാണ്. ഇന്ന് രാവിലെ 11:30 മണിക്ക് ആരംഭിക്കുന്ന ഘോഷയാത്രയ്ക്ക് ശേഷം 12 മണി കഴിയുന്നതോടുകൂടി കണ്ടത്തിലെ കളിയും ആരംഭിക്കും. അതിനുശേഷം നാളെ വീണ്ടും 12 മണിക്ക് ഘോഷയാത്ര ആരംഭിക്കുകയും അത് നാളെ ഒരു 4 മണി വരെ നീണ്ടു നിൽക്കുകയും. ഇത് 3 താലൂക്ക് എന്ന് പറയുമ്പോൾ കാർത്തികപ്പള്ളി, കരുനാഗപ്പള്ളി, മാവേലിക്കര താലൂക്കിലെ 52 കരകളിൽ നിന്നാണ് ഈ യോദ്ധാക്കളും കളിയാശാന്മാരും വരുന്നത്. ഇതിന് ഏകദേശം 180ഓളം കളരികൾ ഈ പറഞ്ഞ താലൂക്കുകളിലുണ്ട്. അവിടെ ചെന്ന് 30 ദിവസത്തെ വ്രതമെടുത്ത് യോദ്ധാക്കൾ കളി പഠിക്കുന്നു. കളരി ആശാൻ്റെ അടുത്തുനിന്ന് കളരി പഠിക്കുന്നു. അദ്ദേഹത്തിന് കളരി ആശാൻ എന്നല്ല, കളിയാശാൻ എന്നാണ് പറയുന്നത്. ഇതിനെപ്പറ്റി പല ഐതിഹ്യമുണ്ട്. ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് ഇത് കായംകുളം രാജാവും വേണാട് രാജാവും തമ്മിൽ നടന്ന ഒരു യുദ്ധത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ഒച്ചിറക്കളി നടക്കുന്നതെന്നാണ് ഒരു ഐതിഹ്യം. അപ്പോൾ ഇത് ഏകദേശം 200 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ്. അതിൻ്റെ ഓർമ്മക്കായിട്ടുള്ള ഒരു ആചാരമാണ് ഒച്ചിറക്കളി. ആദ്യകാലങ്ങളിൽ ഇത് യഥാർത്ഥ പടച്ചട്ടയും യഥാർത്ഥ ആയുധങ്ങളുമൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. അതിനുശേഷം 1857 മാധവറാവു എന്ന് പറയുന്ന ഒരു ദിവാൻ ഭരണമേൽക്കുകയും അദ്ദേഹം ഇതിന് മാറ്റം വരുത്തി അലവ് കൊണ്ടുള്ള ആയുധങ്ങളാക്കി. ഏകദേശം 3000-ലേറെ യോദ്ധാക്കൾ ഇതിൽ പങ്കെടുക്കും. അപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ ഘോഷയാത്രയാണ്. ഇതിൽ നന്ദികേശൻ, ഭാരവാഹികൾ, അത് കഴിഞ്ഞ് നാട്ടുകാർ, കളിയാശന്മാർ, യോദ്ധാക്കൾ ഇവരെല്ലാം ഇതിൻ്റെ അകത്ത് പങ്കെടുക്കും. രണ്ടായിരത്തി 2025 നടന്ന ഓച്ചിറക്കളിയുടെ ചില പ്രധാന ഭാഗങ്ങൾ ആണ് ഇനി നമുക്ക് കാണാനുള്ളത്. Go!
കണ്ട് ഒത്തരക്കളി രണ്ടാം ദിവസം യോദ്ധാക്കളും ആശാന്മാരും എല്ലാവരും കൂടെ അന്നദാന മന്ദിരത്തിൻ്റെ മുന്നിൽ വരിക. അന്നദാന മന്ദിരത്തിൽ നിന്നും 11:30-12 മണിയാകുമ്പോഴത്തെ ഘോഷയാത്രയായിട്ട് 8 കണ്ടം ചുറ്റി 2 കരകളായിട്ട് അന്നദാന മന്ദിരത്തിൻ്റെ മുന്നിൽ വന്നിട്ട് 2 കരകളായിട്ട് തിരിഞ്ഞ് പടിഞ്ഞാറേക്കരക്കാർ പടിഞ്ഞാറേക്കരയിലും കിഴക്കേക്കരയിലും വന്നിട്ട് കരക്കളി കഴിഞ്ഞതിന് ശേഷം മുതിർന്ന ആൾക്കാരുമായിട്ട് വന്ന് കണ്ടത്തിലിറങ്ങി ഹസ്തദാനം ചെയ്തതിന് ശേഷമേ തകടിയിൽ ഇറങ്ങത്തുള്ളൂ. തകടിയിലിറങ്ങി അംഗം വെട്ടി 8 കണ്ടത്തിലിറങ്ങി അംഗം വെട്ടിയിട്ട് വടക്കേക്കരയിലെ തകടിയിലിറങ്ങി അംഗം വെട്ടിയിട്ട് ഇറങ്ങുള്ളൂ. അതാണ് ഇന്നത്തെ ചരിത്രപരമായ 58 കരയിലുള്ള ആൾക്കാരും ഇവിടെ എത്തിച്ചിരിക്കുന്നത്. കേരള വിഷൻ ചാനലുകൾ തത്സമയം സംപ്രേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്നിട്ടുള്ള ദൃശ്യമാധ്യമ പ്രവർത്തകർ
മാധ്യമ പ്രവർത്തകർക്കെല്ലാവർക്കും വനപെരുമാൾ ഗ്രാമത്തിൽ നന്ദി അറിയിക്കുകയാണ്. ഈ ചടങ്ങിനുമായി മുന്നിലാണ് നിങ്ങളുടെ കൂടെ വന്നിട്ടുള്ള കുട്ടികളെ കൂട്ടുകണ്ടത്തിലേക്ക് കരപറയുവാനായി ഇറങ്ങുകയാണ്. തിളമ്പേറ്റിയ നന്ദികേശൻ പരിപാവനമായ എട്ടുകണ്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. മാന്യനായ അഡ്വക്കേറ്റ് എസ് രമണൻ പിള്ള സാർ പരിപാവനമായ ഭക്തജനങ്ങളെ നടന്നു പോട്ടെ കൊണ്ട് മുമ്പോട്ട് പോട്ടെ, പഠിക്കാതെ കൊണ്ട് വരട്ടെ, എന്നിട്ട് വേണം അതുമുട്ടിട്ട് വരാൻ പറഞ്ഞല്ലോ. ഈ കിഴക്കും പടിഞ്ഞാറും നിൽക്കുന്ന ആളുകൾ അല്പം മാറിക്കൊടുത്തെങ്കിലേ അവർക്കിറങ്ങി കളിക്കാനൊക്കെ തുടങ്ങുമ്പോൾ പറഞ്ഞു. അതാരും ശ്രദ്ധിക്കില്ല, ആരും മാറിക്കൊടുത്തില്ല. ഈ കളിക്കാർക്ക് കണ്ടത്തിലോട്ടിറങ്ങി കളിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കും. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്ര പ്രാധാന്യമുള്ള ഒറ്റരക്കളിയുടെ 2ാം ദിവസം ഇതാ കളി സമാരംഭിക്കുകയാണ്. കിഴക്കും പടിഞ്ഞാറും കരകളിൽ നിന്നുള്ള കരനാഥന്മാർ ഇതാ 8 ഘട്ടത്തിന്റെ നടുക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഫയർഫോഴ്സ് ആരോഗ്യ വകുപ്പ് റവന്യൂ എത്തിയിട്ടുള്ള മുഴുവൻ കളിസംഘങ്ങൾക്കും ഈ വീഡിയോ ഒന്ന് ഇട്ട് കാണുക. ഇട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.